സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് നമുക്ക് നോക്കിയാലോ. സോ ഇത് നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും എന്തുമാത്രം ഇക്വേഷൻസ് ഇതിൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സിമ്പിൾ ആണ്. സോ ഫസ്റ്റ് വന്നിട്ട് നമ്മൾ പഠിക്കുന്നത് ബോർ മോഡൽ ആയിരുന്നു അല്ലെ. ബോർ മോഡലിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട്? ഇലക്ട്രോണിന്റെ എനർജി ഇൻ nth ഓർബിറ്റ് പഠിക്കാനുണ്ട്, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് പഠിക്കാനുണ്ട്, വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ്, എനർജി ചേഞ്ച് ഡ്യൂറിങ് ട്രാൻസിഷൻ, ഫ്രീക്വൻസി ഓഫ് റെവല്യൂഷൻ, പിന്നെ സ്പെക്ട്രൽ ലൈൻസിന്റെ കേസ് വരുമ്പോൾ നമുക്ക് റിഡ്ബർഗ് ഫോർമുല പഠിക്കാനുണ്ട്. അതേപോലെ നമ്മൾ റിഡ്ബർഗിന്റെ കോൺസ്റ്റന്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസിന്റെ ഇക്വേഷൻ ഉണ്ട്. നമ്മൾ അടുത്ത നെക്സ്റ്റ് കേസിലേക്ക് വരുമ്പോൾ വേവ് പാർട്ടിക്കിൾ ഡ്യുവാലിറ്റിയിലേക്കാണ് വരുന്നത്. അവിടെ നമുക്ക് പഠിക്കാനുള്ളത് 4 ഇക്വേഷൻസ് ആയിരുന്നു. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, പ്ലാങ്ക്സ് ഇക്വേഷൻ, ഹീസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതേപോലെ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. നമുക്ക് പ്ലാങ്ക്സ് കോൺസ്റ്റന്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചത് അല്ലെ. സോ ഇത് ബേസിലുള്ളതാണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് പിന്നെ ഇക്വേഷൻസ് ഉണ്ട്. സോ നമ്മൾ അതെല്ലാം ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത കേസ് വരുമ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനകത്താണ്. സോ നമ്മൾ ഇവിടെയാണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക്കും സ്പിന്നും ഒക്കെ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സോ നമ്മൾ അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിന്റെ ഒക്കെ അതെങ്ങനെയാ ചെയ്യുന്നതെന്നുള്ളതും സോ എത്ര വാല്യൂസ് അതിൽ പറ്റുമോ എന്നുള്ളതും ഒക്കെയാണ് ഇവിടെ നോക്കുന്നത്. ക്വാണ്ടം നമ്പേഴ്സിന്റെ കേസിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കത്തുള്ളൂ. ഇത്ര നമ്പേഴ്സ് ഇവിടെ അലൗഡ് ആണോ എന്നൊക്കെ ചോദിക്കുള്ളൂ. പിന്നെ രണ്ടാമത്തെ ഇക്വേഷൻ വന്നിട്ട് മാക്സിമം ഇലക്ട്രോൺസ് ഇൻ എ ഷെൽ ഓർ സബ് ഷെൽ. അതിന് ഇക്വേഷൻ ഉണ്ട് 2n⁻²എന്നുള്ളത്. സോ സബ് ഷെല്ലിനകത്താണെങ്കിൽ ഓർബിറ്റലിനകത്തെ ഇക്വേഷൻ എന്താണ്? 2 × 2l + 1. സോ ഇത് പഠിക്കാനുള്ളതാണ്. അതേപോലെ പിന്നെ ഓർബിറ്റൽസ് ആൻഡ് നോഡ്സിനകത്ത് വന്നിട്ട് 2 ഇക്വേഷൻസ് ഉണ്ട്. നോഡ് ഇൻ ഓർബിറ്റൽസ്, പിന്നെ എനർജി ഓഫ് ഓർബിറ്റൽസ്, പിന്നെ ന്യൂക്ലിയസ് ആൻഡ് ആറ്റോമിക് സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമുക്ക് കോൺസ്റ്റൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റൻസ് ഉണ്ട്. പിന്നെ റിഡ്ബർഗിനെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഒക്കെ പഠിക്കാം. സോ പിന്നെ വന്നിട്ട് നമ്മള് ഇതിവിടെ ജസ്റ്റ് കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ സ്പിന്നിനകത്ത് നമുക്കറിയാം 2 വാല്യൂസേ പറ്റത്തുള്ളൂ, +1/2 -1/2. ഇതിങ്ങനെ ജസ്റ്റ് കൊടുത്തേക്കുന്നതേ ഉള്ളൂ.